എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് ശ്രീ ശ്രീജിത്ത് ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആക്ച്വലി ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കലയുണ്ട്. ആ ഹീലിംഗ് എന്ന് പറയുന്ന കലയുടെ ആചാര്യനാണ്. 10 വർഷമായി അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. റെയ്ക്കി ഗ്രാൻഡ് മാസ്റ്റർ ടീച്ചറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലേക്ക് സ്വാഗതം സാർ. അത് തന്നെ പറഞ്ഞോട്ടെ സാർ. റെയ്ക്കി എന്ന് പറയുന്ന കല, പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഹീലിംഗ് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അതുപോലത്തെ ഒരു സെഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അല്ലാതെ സാറ് എന്താണ് ഇതിന്റെ ഗുണഗണങ്ങളല്ല, പ്രധാനമായും ദോഷങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആൾക്കാർക്ക് ഈ ഹീലിംഗ് എന്ന് പറയുന്ന സാധനം ഇത് നടപ്പിലാകുമോ, ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് തീർത്തു കൊടുക്കുക എന്നുള്ളത് ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ സംശയമുള്ള ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഒരു കല, അതിൽ പല ഹീലിങ്ങുകളുണ്ട്. പ്രാണിക് ഹീലിംഗ് ഉണ്ട്, റൈക്കി ഹീലിംഗ് ഉണ്ട്. ചെറിയ ഒരു ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ, പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എനർജി ആയിട്ട് നമ്മൾ അതായത് നമ്മുടെ ശ്വാസത്തെ നമ്മൾ കാണുന്നു. അങ്ങനെ ശ്വാസത്തെ കണ്ടതിന് ശേഷം ലൈഫ് എനർജി ആയിട്ട് പ്രാണയെ എടുക്കുന്നു. സൂര്യൻ, എർത്ത് അതായത് ഭൂമി, പിന്നെ എയർ, പ്രാണിക് എനർജി, ഇത് മൂന്നിലുമാണ് ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. ഓറ സംബന്ധപ്പെട്ട, അതായത് ഒരു മനുഷ്യന്റെ ചുറ്റും ഒരു ഓറ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. ആ ഓറ സംബന്ധപ്പെട്ട ഒരു ഹീലിംഗ് ആണ്. ടച്ച് ഇല്ല, അതായത് ടച്ച് ചെയ്യാതെ, ഒരാളെ ടച്ച് ചെയ്യാതെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. എനിക്കറിയാം പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം പറയുന്ന ഒരു വിഷയം സാറിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ എടുത്തു നോക്കി എന്ന് പറഞ്ഞാൽ ഇത് അസുഖം ഭേദപ്പെടില്ല. ഉദാഹരണം ക്യാൻസർ എന്ന് പറയുന്ന അസുഖം, ഇവിടെ RCCയിലൊക്കെ പോയിട്ട് അവർ രക്ഷപ്പെടില്ല എന്ന് പറയുന്നു. അങ്ങനെ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അവസാനത്തെ ഞങ്ങളുടെ ഹോപ്പാണ് എന്ന് പറഞ്ഞാണ് ആൾക്കാർ ഇതിലേക്ക് വരുന്നത്. അപ്പൊ പല ആൾക്കാരും പറയുന്നത് സയൻസ് പോലും രക്ഷപ്പെടില്ല എന്ന് പറയുന്ന ആൾക്കാര് അവസാനം ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന മനസ്ഥിതിയുള്ള ഞാൻ, അവസാനത്തെ എന്റെ ഹോപ്പാണ്, മുങ്ങിത്താഴുന്നവന് അവസാനം കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പായിട്ട് കണക്കാക്കിയാണ് പല ആൾക്കാരും ഇതിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. സത്യമുണ്ടോ ഇതിലെന്തെങ്കിലും? തീർച്ചയായിട്ടും ഇതിലൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഹീലിംഗ് ഒരു കലയാന്ന് പറഞ്ഞല്ലോ. യെസ്, ഹീലിംഗിനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഹീലിംഗിനെ കല എന്ന് ഉദ്ദേശിച്ചത് അത് വളരെ മനോഹരമായ ഒരു യൂസേജ് ആണ്. കാരണം ഈ തെറാപ്പികളുടെ പല തരത്തിലുള്ള തെറാപ്പികളുണ്ട്, ഇത് ഹീലിംഗ് എന്ന് പറയും. അപ്പൊ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഈ ഹീലിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക. പിന്നെ എല്ലായിടത്തും കള്ളനാണയങ്ങൾ ഉള്ളിടത്ത് നമുക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വിത്ത് എ ഡിവൈൻ പവർ. ശ്വാസമല്ല, ശ്വാസത്തിന് അകത്തുള്ള നെക്ടറാണ് പ്രാണ എന്ന് പറയുന്നത്. ആ പ്രാണ കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമെന്നുള്ള സത്യമാണ്. അതായത് നമ്മളുടെ ശരീരത്തിനെ നടത്തുന്നത് എന്താണ്? അത് ജീവനാണ്. ശിവനില്ലെങ്കിൽ ശവമായി മാറുന്ന അവസ്ഥയുണ്ട് അല്ലെ? ആ ശവമായി മാറാതിരിക്കണമെങ്കിൽ ആ ശിവനെ നമ്മൾ എന്ത് ചെയ്യണം? ദീപ്തമായിട്ട് വെക്കണം. നമ്മള് ദിവസം എത്രയോ പ്രാവശ്യം ശ്വാസം എടുത്തു വിടുന്നു. ആ ശ്വാസത്തിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നു, അവിടെ നമ്മളുടെ രീതികളും രൂപങ്ങളും മാറും. അതാണ് യഥാർത്ഥത്തിലുള്ളത്. പിന്നെ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അത് ഓറ എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓറയുണ്ട്. അതായത് കിർലിയൻ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതില് ഓറയുടെ കൃത്യമായ പടം റഷ്യക്കാർ പണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടച്ച് ചെയ്യാണ്ടും അത് ഫേക്ക് ആണെന്നാണ് ഇവിടെയുള്ള യുക്തിവാദികളൊക്കെ പറയുന്നത്. അത് ഫേക്ക് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് ആണ്. അങ്ങനെ എടുത്തിട്ടില്ല, അത് ഫേക്ക് ആണ്. ഈ മറ്റേ ഈ എന്താ പറയാ, ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കാൻ പറ്റും, ഫേക്ക് ആണെന്നാണ് പറയുന്നത്. മനസ്സിലായി, കുഴപ്പമില്ല. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ യുക്തിവാദികള് സ്വന്തം ശരീരത്തിൽ ജീവനുണ്ടെന്നുള്ളത് പോലും അവർ വിശ്വസിക്കുന്നില്ല. അവര് പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് സംഭവമാണെന്നാണ് അവര് വിചാരിക്കുന്നത്. അപ്പൊ അതുപോലും വിചാരിക്കാത്ത ആൾക്കാരോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ വാദപ്രതിവാദത്തിനോ പോയിട്ട് കാര്യമില്ല. പക്ഷെ എനർജി എന്ന് പറയുന്ന ഒരു സംഗതി, എനർജി എന്ന് പറയുന്നത് യു ക്യാൻ നൈദർ ക്രിയേറ്റ് നോർ ഡിസ്ട്രോയ് എന്നാണ് പറയുന്നത്. എനർജി യു ക്യാൻ ചേഞ്ച് ദ ഫോംസ്, ശരിയല്ലേ? ഈ പക്ഷെ ഇതിലുള്ളൊരു സംഭവം എന്താ അറിയോ സാർ? അതായത് എനർജി 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 എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇതിന് തെളിവില്ല എന്നുള്ളതാണ് സംഭവം.
സയൻസ് ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ടോ സയൻസ് അംഗീകരിക്കുന്നില്ല. അതായത് തെളിവ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്ത് എനർജിയാണ് ശരീരത്തിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് നമുക്ക് തെളിവില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ തന്നെ ഞാൻ ഈ ഹീലിംഗുമായി ബന്ധപ്പെട്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ പല റിനൗണ്ട് ആയിട്ടുള്ള മെഡിക്കൽ ജേർണലുകളും പറയുന്നത്, can you provide scientifically validated studies that prove pranic healing works beyond the placebo effect എന്നാണ് പറയുന്നത്. അതായത് സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സാധനം. ഇതേ സയന്റിഫിക് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എൻ നമ്പർ ഓഫ് ആൾക്കാർക്ക് ഇതിന്റെ ഗുണം കിട്ടാറുണ്ട്. പക്ഷെ ആ കിട്ടുന്ന ആൾക്കാരെ നമ്മൾ പൊതുവേദിയിലോട്ട് കൊണ്ടുവരാനും പറ്റില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാലും സയൻസ് ഇത് ബിലീവ് ചെയ്യില്ലല്ലോ. ഞാൻ എന്ത് ചെയ്താലും ഞാനത് സമ്മതിക്കില്ല എന്നൊരു മർക്കടമുഷ്ടിയോടെ നിൽക്കുന്നിടത്ത് നമുക്കതിനെ തുറന്നു കാണിക്കാനൊക്കത്തില്ല. പക്ഷെ ഇതിലൂടെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയ ആൾക്കാർ ധാരാളം ഉണ്ട്. അതില് ഒരു സംഭവം നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇപ്പോ നമ്മൾ പ്രാണിക് ഹീലിംഗ് ഇപ്പോ സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ സത്യമാണെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രൂഫ് ഇല്ല, അതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചട്ടക്കൂട് ഇല്ലെങ്കിൽ ഇത് ധാരാളം ആൾക്കാർ ഇത് ചൂഷണം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ സാറ് 10 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. എനിക്ക് നാളെ ഇതിനൊരു ചട്ടക്കൂടും ഇല്ല ഒന്നും. ഇപ്പൊ ഡോക്ടർമാരുണ്ട്, വ്യാജ ഡോക്ടർമാരുണ്ട്. വ്യാജ ഡോക്ടർമാരെ നമുക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പ്രാണിക് ഹീലിംഗ് ഇപ്പൊ സയന്റിഫിക് ആയിട്ട് പ്രൂവ്ഡ് അല്ലെങ്കിൽ, ഇതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിൽ നാളെ ആർക്ക് വേണമെങ്കിലും പ്രാണിക് ഹീലറായിട്ട് മാറാൻ സാധിക്കില്ല. അത് സമൂഹത്തിന് വളരെയധികം അതാണ് എന്റെ പോയിന്റ്. അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട് ഞാൻ ചോദിച്ചതാണ്. അതെ, ഒരിക്കലും പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഇതിനൊക്കെ അതിൻ്റെതായ പ്രത്യേകമായിട്ടുള്ള ദീക്ഷാക്രമങ്ങളുണ്ട്. ആ ദീക്ഷാക്രമങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ ഒരു വൈറ്റൽ എനർജിയെ ഉണർത്തിയെടുത്ത് മെഡിറ്റേഷനുകളിലൂടെ മുന്നോട്ട് പോയി ആ എനർജി ബെൻഡിങ് ടെക്നിക്സ് പഠിച്ച് ചെയ്താലേ പറ്റുള്ളൂ. അത് കണക്ക് തന്നെ ഈയിടെ അറിയാലോ, ഇപ്പൊ നോബൽ പ്രൈസ് ഒക്കെ വന്നിട്ട് പോയിട്ടേ ഉള്ളൂ അല്ലെ. ഗായത്രി മന്ത്രം കൊണ്ട് അതായത് സിലബീസിന്റെ കൃത്യമായ ഒരു റെൻഡറിങ്ങിലൂടെ വെള്ളത്തിന്റെ ക്രിസ്റ്റൽ ഘടനയെ മാറ്റാവുന്നുള്ളത് വരെ വന്നിട്ടുണ്ട് അല്ലെ. അതൊക്കെ സയൻസ് തന്നെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഈ സയൻസ് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ഫ്യൂ ഇയേഴ്സ്, അധികകാലം ഒന്നും ഉണ്ടാകത്തില്ല, ദൈവഗണം പോലുള്ള സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. ആറ്റത്തിനപ്പുറത്തേക്കും ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ അപ്പുറത്തേക്ക് സയൻസ് വളർന്നു തുടങ്ങിയിരിക്കുന്നു. എവിടെ സയൻസ് നിൽക്കുന്നു അവിടെയാണ് ഈ ഡിവൈൻ എനർജീസിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു കാലം വരും ഇതൊക്കെ തെളിയിക്കപ്പെടുന്ന ഒരു കാലം വരും. ഇനി ഈ എനർജി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ് മാത്രമല്ല മറ്റു പല ഹീലിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, റേക്കി പോലുള്ള ഹീലിംഗ്. അങ്ങനെയുള്ള ഹീലിംഗുകളിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഈ പൂജ കർമ്മങ്ങള് ക്രിയകളൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ചില മാന്ത്രിക താന്ത്രികമായിട്ടുള്ള പ്രത്യേക മന്ത്രങ്ങളിലൂടെ ആണ് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? അത് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഒരു ഫലത്തിനെ കുറിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും നോക്കത്തില്ല. പക്ഷെ ഇറ്റ്സ് ഹാപ്പൻസ്. അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇല്ല, ഈ സിസ്റ്റം ഒന്നും ലോകത്ത് നിൽക്കില്ലല്ലോ. പക്ഷെ ഇവിടെ അതേപോലെ തന്നെയാണ് ഈ വൈറ്റൽ എനർജി. മോഡേൺ ആൾക്കാർ പറയുന്നതും, ഞാനിന്ന് രാവിലെ ഒരാളോട് സംസാരിച്ചപ്പോൾ മോഡേൺ ആൾക്കാർ പറയുന്നതും ഈ മാന്ത്രിക താന്ത്രിക സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വികസിക്കാതെ കിടക്കുന്നത്. ചൈന നോക്കൂ, ചൈന ഡീപ് സീക്ക് കണ്ടുപിടിക്കുന്നു. നമ്മൾ ഇപ്പോഴും ഇവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനെ പോലും വിശ്വസിക്കാതെ അടുത്ത വർഷത്തിൽ പ്രളയം ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനർജി. ഇല്ല, ചീ എനർജി എന്ന് പറയുന്ന എനർജിയുടെ ഒരു പ്രത്യേകതയാണ്. ചീ എനർജി എന്ന് പറഞ്ഞൊരു സംഗതിയാണ്, ചൈനയിൽ നിന്ന് വന്നതാണ് കേട്ടോ. ചീക്കുങ് എന്ന് പറയുന്ന സംഗതി കണ്ടുപിടിച്ച ഒരു മാർഷൽ ആർട്ടാണ്, ഡിവൈൻ മാർഷൽ ആർട്ട് എന്ന് പറയും. എനർജി കൊണ്ടുള്ള ഒരു മാർഷൽ ആർട്ട്, നമ്മളിലെ എനർജി കൊണ്ട് ചെയ്യാവുന്ന. ടൈച്ചിയും ചീക്കുങ്ങും ഒക്കെ അതിനകത്തുള്ളതാണ്. അത് ഭോഗസിദ്ധരുടെ കയ്യിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, അറിയാലോ, ആ ഒരു സിദ്ധന്മാരുടെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുള്ള റൂട്ടിലുള്ളതാണ് ഇതൊക്കെ. ഇതേപോലെ തന്നെയാണ് ഈ ബാക്കി ഡിവൈൻ ഹീലിംഗ് എന്ന് പറയുന്ന എല്ലാം തന്നെ. ഡിവൈൻ ഹീലിംഗ് അവിടെ എനിക്കൊരു സംശയം ഉണ്ടാകുന്നത്, പഴയ ഭോഗസിദ്ധരെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. പണ്ടത്തെ കാലത്ത് സയൻസ് ഇത്രയ്ക്ക് ഡെവലപ്ഡ് അല്ലാത്തൊരു സമയം, താങ്കളുടെ ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും അത് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, എക്സ്റേ ഇല്ല, CT സ്കാൻ ഇല്ല, MRI സ്കാൻ ഇല്ല, പീനറ്റ് ഇല്ല, ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല,
അല്ലെങ്കിൽ താങ്കളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ താങ്കൾക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു കാലഘട്ടം, താങ്കളുടെ എന്താണ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, പണ്ടത്തെ ഒരു കാലഘട്ടം. അപ്പൊ എനിക്ക് ശരീരത്തിൽ ഒരു അസുഖം ഉണ്ടാകുന്നു, ഒരു ശരീരത്തിൽ ഒരു നടുവേദന ഉണ്ടാകുന്നു, ഒരു വയറുവേദന ഉണ്ടാകുന്നു. അപ്പൊ ഞാനൊരു ബിഷപ്പ് ഗുരന്റെ അടുത്ത് ചെല്ലുന്നു. അദ്ദേഹം വയറിങ്ങനെ തൊട്ടു നോക്കിയിട്ട് രോഗം നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ. അങ്ങനെ തീർച്ചയായിട്ടും. രോഗം നിർണ്ണയിച്ച ശേഷം അദ്ദേഹം എനിക്കൊരു മരുന്ന് തരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കാലത്ത് അത് വളരെ ക്ലിയർ ആയിരുന്നു. കാരണം അന്ന് വേറെ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമാണ്. പക്ഷെ ഈ കാലത്ത് ആ കാലത്തുള്ള അതേ രീതി പിന്തുടരുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമല്ലേ? കാരണം ഈ കാലത്ത് വയറ് പിതുക്കി നോക്കിയിട്ട് താങ്കൾക്ക് ഇന്ന രോഗമാണ് എന്ന് അറിയുന്നതിനെക്കാട്ടിലും നല്ലത് അത് എന്താണ് അതിനകത്തുള്ളത് എന്ന് സയന്റിഫിക് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള, ഇപ്പൊ ഫുഡ് പോയിസൺ ആണോ, അല്ലെങ്കിൽ അപ്പൻഡിക്സൈറ്റിസ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണോ, അങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടല്ലോ. അത് നമ്മള് എന്താണ്, അപ്പൊ ആ കാലത്തെ ഒരു സാമൂഹിക ഘടനയെ വെച്ചിട്ട് ഭോഗസിദ്ധർ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഈ കാലത്തും അത് ക്ലിയർ അല്ലേ എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പ് എനിക്കില്ല. ഇല്ല, അതിനകത്ത് വേറൊരു കാര്യം എന്താ വെച്ചാല്, പണ്ടത്തെ കാലത്ത് മഹാഭിഷഗ്വരന്മാരുണ്ടായിരുന്നു, ചരകനെയൊക്കെ സുശ്രുതനെയൊക്കെ. അവരാണ് ഈ മോഡേൺ സയൻസ് ഇപ്പൊ സാർ അതിലൊരു സർജറിയുടെ വല്ലാത്തൊരു ഡൗട്ട് എന്താ അറിയോ, ഈ പണ്ടത്തെ കാലത്ത് മഹാഭിഷഗ്വരന്മാരുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരില്ലാത്ത? സ്റ്റിൽ ദേ ആർ. പക്ഷേ ഇപ്പോഴത്തെ അന്നത്തെ കാലത്തില് ഒരു വൈദ്യന്റെ അടുക്ക്, ഒരു നാട്ടുവൈദ്യന്റെ അടുക്ക് ഒരാൾ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കട്ടെ, നാടിമിടിപ്പൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കറിയാം ഇയാൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട്, ഇയാളുടെ ശരീരത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. ഇന്ന് അത്രയും ഉള്ള ആൾക്കാർ എണ്ണത്തിൽ കുറവാണ്. പഴയതുപോലുള്ള ആൾക്കാരുണ്ടില്ലെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ട്. വളരെ അത്ഭുതകരമായിട്ടുള്ള സിദ്ധികളും വളരെ അത്ഭുതകരമായിട്ട് മെഡിസിനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു പാഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എത്രയോ പ്രസിദ്ധരായ ഡോക്ടർമാർ നമുക്കുണ്ട് അല്ലെ? പക്ഷെ എന്നാൽ ഈ സംഗതിയെ അതല്ല, ഇങ്ങനെയാണ് മാറ്റിമറിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുകൊടുക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാത്തിനും, എല്ലാ നാണയങ്ങൾക്കും രണ്ടു വശമുണ്ട്. അല്ല, അത് ഞാൻ ഒരിക്കലും പ്രാണിക് ഹീലിംഗ് മോശമാണെന്നോ, ഹീലിംഗ് മോശമാണ്, എന്റെ ഉള്ളിലുള്ള എന്റെ ഡൗട്ട്സ് ആണ്. ഇതിന്റെ താഴെ, ഈ വീഡിയോയ്ക്ക് താഴെ തെറിവിളികളുടെ പൂരമായിരിക്കും കേട്ടോ. എനിക്ക് നിനക്ക് പ്രാണിക് ഹീലിംഗിനെ കുറിച്ച് എന്തറിയാമെന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളായിരിക്കും വരാൻ പോകുന്നത്. ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, എനിക്കറിയാം, എനിക്ക് അല്ല സാറേ, ഞാൻ പറയുന്നത് എനിക്കറിയാം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവട താല്പര്യങ്ങളുള്ള മേഖല എന്ന് പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസ മേഖല, അതിന് മുകളിൽ നിൽക്കുന്നതാണ് മരുന്ന് മാഫിയ എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നു, ഈ കാലത്ത് ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നു. ഞാൻ ഡോക്ടറുടെ അടുത്ത് പോകുന്നു, ഡോക്ടർ എന്നോട് പറയുന്നു നിങ്ങളുടെ വയറ്റിൽ ഒരു മുഴയുണ്ട്, ആ മുഴ മുറിച്ചു കളയണം, ഇല്ലെങ്കിൽ അത് പടരും എന്ന് പറയുന്നു. ഞാൻ ആ മുഴ മുറിച്ചു കളയുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറോട് ചോദിക്കുന്നു, മുഴ മുറിച്ച് കളഞ്ഞല്ലോ, അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ബയോപ്സിക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ബയോപ്സിക്ക് ഞാൻ അവിടെ പോയി. ബയോപ്സിക്ക് ഞാൻ പോയപ്പോൾ ബയോപ്സിയിൽ ആൾ പറയുന്നു ഇത് പടരുന്ന ക്യാൻസർ ആണ്, ഇത് നമുക്ക് കീമോ ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ഡോക്ടർ പറയുന്നു എങ്കിൽ പോയി പീനറ്റ് എടുക്കുന്നു പറയുന്നു. പീനറ്റ് എടുക്കുന്നു, ബോൺ മാരോ ചെയ്യുന്നു, അങ്ങനെ സകലതും ചെയ്തു കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ അതിലൊന്നിലും യാതൊരു വിധാംശവുമില്ല. എന്റെ ബോഡി കറക്റ്റ് ആണ്, ക്ലിയർ ആണ്. ആ ക്യാൻസറിന്റെ ഒരു അലയൊലികൾ ശരീരത്തിൽ ഒരു സെല്ലിൽ പോലും കാണുന്നില്ല. അപ്പോഴും ഡോക്ടർ എന്നോട് പറയുകയാണ് കീമോ ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പൊ ഞാൻ ഡോക്ടറോട് തിരിച്ചു ചോദിക്കുന്നു അതെന്തിനാണ് ഞാൻ കീമോ ചെയ്യേണ്ടത്, എന്റെ ശരീരത്തിൽ അത് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ഇനി വരാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കീമോ ചെയ്യൂ എന്ന് പറയുന്നു. അത് വിശ്വസിക്കുകയല്ലാതെ എനിക്ക് വരാൻ നിവൃത്തിയില്ല. അപ്പൊ ഡോക്ടർ ഇനി വരുമോ എന്ന് ഞാൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതായത് എന്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത് അനുഭവിച്ചതാണ്. ഡോക്ടറോട് അപ്പൊ കീമോ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുമോ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന മാതാവിന്റെ രൂപത്തിൽ കൈവച്ചിട്ട് ഡോക്ടർ എന്നെ നോക്കി പറയുകയാണ് അത് ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് പറയും. അപ്പൊ താൻ ബാധി ദൈവം ബാധിച്ച ഡോക്ടർ പോലും തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു സൈക്കോളജിക്കൽ മൂവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ അതൊരു പ്യൂർലി സൈക്കോളജിക്കലാണ്. കാരണം മനുഷ്യർക്ക് മനസ്സ് എന്ന് പറയുന്നത് സോ മച്ച് അഫ്രൈഡ് ഓഫ് എല്ലാ കാര്യങ്ങളിലും അഫ്രൈഡ് ആണ് മനസ്സ്. പ്രധാനമായും സ്നേഹത്തിലാണ് മനസ്സ് അഫ്രൈഡ്. കാരണം സ്നേഹം ലഭിക്കുമ്പോൾ മനസ്സ് സന്തോഷമാകുന്നതിന് പകരം അഫ്രൈഡ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് നഷ്ടപ്പെടുമോ, ഇത് സ്നേഹം തരുന്ന ആൾക്ക് എനിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട്. അപ്പൊ ആ ഒരു മനസ്സിന്റെ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഘടനയെ എന്താ പറയുക മുതലെടുക്കുന്ന ഒരു പറ്റം ഡോക്ടർമാർ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ സയൻസിലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഘടനയെ സമ്പൂർണമായിട്ട് മുതലെടുക്കുന്ന ഒരു സംഭവമല്ലേ ഈ ഹീലിംഗ് എന്നാണ് ചോദ്യം. ഒരിക്കലല്ലേ. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മള് ഇപ്പൊ പറഞ്ഞല്ലോ മനസ്സ്
ഭയക്കുന്ന ഒരു അവസ്ഥ, സ്നേഹം എന്നൊക്കെ. പക്ഷെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ മനസ്സിന്റെ അവസ്ഥകൾക്ക് ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ എങ്ങനെ ഇരിക്കും? അതായത് നമ്മൾ കുറെ ലഗേജുകൾ ചുമന്ന് നടക്കുന്ന ഒരു അവസ്ഥയാണ് പാസ്റ്റ്. നമ്മുടെ ആങ്സൈറ്റിയാണ് പ്രസന്റ്. ഇഫ് യു ആർ ഇൻ ദിസ് പർട്ടിക്കുലർ മൊമെന്റ്, അതായത് നമ്മൾ ഈ നിമിഷത്തിലാണെങ്കിൽ നമ്മളുടെ കോൺഷ്യസിനെ നമുക്ക് ഈ മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഈ രണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. അപ്പൊ തന്നെ പകുതി അസുഖങ്ങൾ മാറി. സംഭവം മനസ്സിലായോ? അതായത് വെൻ യു ആർ ഇൻ ദിസ്. പക്ഷെ അതിനെന്താ വേണ്ടേ? അതിന് വേണ്ടതെന്ന് പറഞ്ഞാല് ഒരുപാട് പ്രാക്ടീസുകളുണ്ട്, പലതരത്തിലുള്ള പ്രാക്ടീസുകളുണ്ട്. ലൈക്ക് മെഡിറ്റേഷൻസുകളുണ്ട്, ഇഷ്ടംപോലെ മെഡിറ്റേഷൻസുകളുണ്ട്. ഇതുപോലുള്ള ചില ഹീലിംഗ് ടെക്നിക്സ് ഉണ്ട്. നമ്മുടെ ആങ്സൈറ്റിയെ മാറ്റുക, നമ്മുടെ പിന്നാമ്പുറത്ത് തൂങ്ങിക്കിടക്കുന്ന ഈ ഭാണ്ഡക്കെട്ടുകളെ മാറ്റുക. ദാറ്റ് മീൻസ് ഈ പാസ്റ്റ് റെസിഡ്യൂവൽ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയുള്ള കുറെ സംഗതികൾ ഉണ്ടല്ലോ, കർമാസ്, പ്രീവിയസ് കർമാസ്. നമ്മള് ഈ ജന്മത്തിൽ തന്നെയുള്ള അയ്യോ കഴിഞ്ഞ ആഴ്ച ഞാൻ അത് ചെയ്തത് ശരിയായില്ലല്ലോ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു, കഴിഞ്ഞ ആഴ്ച ചെയ്യാനുള്ള കഴിഞ്ഞ ആഴ്ച ചെയ്യണമായിരുന്നു, ഈ ആഴ്ച അതിനെക്കുറിച്ച് റിപ്പന്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇതാണ് ഓൾ അബൌട്ട് ദ ഹ്യൂമൻ ബീങ് ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. ഇതാണ് ആ നമ്മളുടെ മനസ്സിന്റെ പോക്ക് അങ്ങനെയാണ്. പക്ഷെ അതിനെ നമ്മൾ ഈ ഒരു സ്റ്റാറ്റിക് മൊമെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പല രോഗങ്ങൾക്കും വ്യത്യാസം വരും. ദാറ്റ്സ് വാട്ട് ഓൾ ഹീലിംഗ് ടെക്നിക്സ് ഡു. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഓറയിലുള്ള നെഗറ്റീവ് എനർജികളെ എക്സ്പെൽ ചെയ്തുകൊണ്ട് പ്യുവർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയെ നിറയ്ക്കുമ്പോൾ നാച്ചുറലി നമ്മളുടെ മൈൻഡ് പോസിറ്റീവ് ആവും. അവിടെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം താൻ ബാധി ദൈവം ബാധി, അതുകൊണ്ട് കീമോ എടുക്കുന്നത് നല്ലതാകും എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്കും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ സ്ട്രോങ് ആണ് എന്നൊരാളെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥ രണ്ടാണ്. പക്ഷെ അതില് എനിക്ക് അതാണ് എനിക്ക് അതിലുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാല്, പ്രാണിക് ഹീലിംഗ് ഓക്കെ അംഗീകരിക്കുകയാണ് എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ലൈഫ് സ്റ്റൈല് കൊണ്ട് നമ്മുടെ വരുന്ന ഡിസീസസ് ആണ് ഇത്. സാറ് പറഞ്ഞ ആ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ജങ്ക് ഫുഡ്സ് ഇല്ല, കാര്യങ്ങളില്ല, നടക്കുകയായിരുന്നു, വണ്ടികളില്ല, കൂടുതലും മനുഷ്യൻ അധ്വാനിക്കുന്ന വർഗമായിരുന്നു. അവര് തറയിൽ ചവിട്ടി നടക്കും, അതായത് മണ്ണിൽ ചവിട്ടി നടക്കും, കൃഷിപ്പണി ചെയ്യും, തെങ്ങിൽ കയറും, പിന്നെ മരത്തിൽ കയറും, അങ്ങനെ അങ്ങനെ ഒരുപാട് ശരീരം അധ്വാനിക്കുന്ന ഒരു ശരീരമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എ സി മുറിയിലിരുന്ന് എന്നെയും താങ്കളെയും ഒക്കെ പോലെ എന്താണ് ഭക്ഷണം കഴിച്ചിട്ട് ഇതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. പുറത്തിറങ്ങി അധ്വാനിക്കുന്ന ആൾക്കാർ വിരളമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും ആ അധ്വാനത്തിനും ഒരു മാനദണ്ഡം വന്നിട്ടുണ്ട്. ഇത്ര മണിക്കൂർ മാത്രം നിങ്ങൾ അധ്വാനിച്ചാൽ മതി, ഇത്ര മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് ആണ്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ അറിയാത്ത ഭക്ഷണക്രമങ്ങൾ നമ്മൾക്കുള്ളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം സാർ എന്നെ ഹീൽ ചെയ്ത് ശരിയാക്കണം എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ ഒരു സർട്ടൺ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. സർട്ടൺ ലൈഫ് സ്റ്റൈൽ ഫോളോ, കൃത്യമായിട്ട് രാവിലെ ഇന്ന സമയത്ത് എണീക്കുക, 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുക, നിങ്ങൾ ഇത്ര ഭക്ഷണം ഫോളോ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഹീലിംഗ് എടുക്കൂ എന്ന് പറഞ്ഞാൽ അതിലൊരു ലോജിക് ഉണ്ട്. പക്ഷെ ക്യാൻസർ ഒക്കെ വന്ന ഒരാളെ ഹീൽ ചെയ്ത് ശരിപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്യൂഡോ സയൻസ് എന്നല്ലാതെ അതിന് എന്ത് പറയാൻ പറ്റും എന്നൊരു ചോദ്യം. ഇതിനെ സ്യൂഡോ സയൻസ് എന്നോ ലുട്ടാപ്പി സയൻസ് എന്നോ വിളിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, 2 വർഷമായിട്ട് 2.5 വർഷമായിട്ട് ഞാൻ പാലിയേറ്റീവ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. 3-4 ക്യാൻസർ പേഷ്യൻസിനെ ഞാൻ തന്നെ പാലിയേറ്റീവ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പോഴും അവർക്ക് ഇടയ്ക്ക് കീമോ പോകും. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള മെഡിസിൻസ് എടുക്കരുതെന്നല്ല, ഒരു സപ്പോർട്ടിങ്, നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സപ്പോർട്ടിങ് ആയിട്ട്, അതായത് ഒരു ഒന്നിനൊരു തള്ള് എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഇതില് നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞില്ലേ, അല്ല പറഞ്ഞില്ലേ, ഒന്നാമത് അവൻ മെഡിസിൻസ് എടുക്കുന്നുണ്ട്, അതിനിടയിൽ കൂടെ ഇതുകൂടെ ചെയ്യുമെന്ന് പറയുമ്പോൾ ആ വലിയ ഭാരമായി. ഇല്ല രോഗി ഇതിനകത്ത് ഞാൻ കൊടുക്കുന്ന ഹീലിംഗ് രോഗി അറിയുന്ന പോലും ഉണ്ടാവില്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ രോഗിയോട് പറയുന്നുണ്ട് നിങ്ങൾ തലകുത്തിരിക്കണമെന്നോ നിങ്ങൾ കിടക്കണമെന്നോ ഇരിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. വാട്ട് എവർ യു വാണ്ട് ടു ഡു യു ഡു, യു ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈമില് കുറച്ചു നേരം ഒരാൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ഒരു എനർജി പാസ് ചെയ്തിട്ടുണ്ടാകും. അതൊരു സ്റ്റൈൽ ഓഫ് ഹീലിംഗ് ആണ്. ഇതെന്റെ ഗുരുനാഥന്റെ വളരെ ഇതായിട്ട് ഹിമാലയത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ടിബറ്റൻ ഒരു സ്റ്റൈൽ ഓഫ് ഹീലിംഗ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇനി ലേറ്റർ സ്റ്റേജിൽ സംസാരിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു ഹീലിംഗ് ടെക്നിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു ഹീലിംഗ് ടെക്നിക്ക് ആണെങ്കിലും ഈ വൺ ടച്ച് തെറാപ്പി, അതായത് നമ്മളിൽ നിന്നും ആ പ്രാണോർജ്ജത്തിനെ ഒരാളിലേക്ക് പ്രൊജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ആ പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ ആളിലുള്ള നെഗറ്റീവ് എനർജിയെ എക്സ്പെൽ ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഓറയിലാണേലും ശരീരത്തിലാണേലും ഉള്ള. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു എക്സസ് ഓഫ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് പെയിൻ ഉണ്ടാവും അല്ലെ? അതേപോലെ തന്നെയാണ് ഒരു അല്ലെ, ഒരാളിലേക്ക് ഇപ്പൊ പോസിറ്റീവ് എനർജി തന്നെ എക്സസ് ഓഫ് പോസിറ്റീവ് എനർജി എത്തിക്കഴിഞ്ഞാൽ അത് പലയിടത്തും ബ്ലോക്ക് ഉണ്ടാക്കി, നെഗറ്റീവ് എനർജിയുടെ ബ്ലോക്കുകൾ ഉണ്ടാക്കി ശരീരത്തിൽ ജോയിന്റ് പെയിൻസും മറ്റുള്ള വേദനകളും ഉണ്ടാകും. അതാണ് നമ്മള് ചില സമയത്ത് നമുക്ക് തോന്നില്ല, ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടൊക്കെ തിരിച്ചൊരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തടസ്സപ്പെടുത്തുകയല്ല. ഇപ്പൊ ജോയിന്റ് പെയിൻസ് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ഈ കൈ, ഈ ഇടത്തെ കൈ പാം, ഇത് മടക്കുമ്പോൾ എനിക്ക് അതിയായിട്ടുള്ള പെയിൻ ഉണ്ട്. ഇത് ഒരു 2.5 ആഴ്ചയായിട്ടാണ് ഈ പെയിൻ വന്നത്. എന്താണ് ഈ പെയിൻ ഉള്ളത് എന്ന് എനിക്കറിയില്ല. ബേസിക്കലി ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി എന്റെ ഒരു പൊട്ടത്തരത്തിന്റെ എന്റെ ഒരു കൺക്ലൂഷൻ ആണ്, മസിൽ പെയിൻ ആണ്, അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം ഇടത്ത് ഭാഗത്താണ് ഹൃദയം ഇരിക്കുന്നതെന്ന് ഞാൻ 10ാം ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഈ പല അസുഖങ്ങളുടെയും സിംറ്റംസ്, അതായത് ഈ ഇടത്തെ കയ്യിൽ മരവിപ്പ് വരിക, കൈ മടക്കുമ്പോൾ വേദന വരിക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോ അറ്റാക്കിന്റെ സിംറ്റംസ്, സ്ട്രോക്കിന്റെ സിംറ്റംസ്, ഞാൻ അങ്ങനെ കാട് കയറി ചിന്തിച്ചിരിക്കുന്നു. ബട്ട് ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മോനെ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ അയൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. നീ ഇറച്ചി നല്ലപോലെ കഴിക്കുമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ലപോലെ കഴിക്കും, 3 പേരെ കിട്ടിയാൽ എനിക്ക് അത്രയും സന്തോഷം, അത് മോനെ ഒഴിവാക്കണം, അയൺ കണ്ടന്റ് വളരെ കൂടുതലാണ് അതിലെന്ന് പറഞ്ഞു. ഇനി നീ അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, പാല് പോലും നീ കുടിക്കാൻ പാടില്ല, അത് ഒഴിവാക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ നെറ്റിയിലെ ഈ കറുപ്പ് ചെറുതായിട്ട് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഈ അയൺ കണ്ടന്റ് വന്ന് അടിയുന്നതാണ് ഈ കറുപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് വരുന്നത്. നീ വിചാരിക്കും പോലെ കാട് കയറി ചിന്തിക്കും. അപ്പൊ എനിക്ക് ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടി. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ടച്ച് ചെയ്യാതെ താങ്കൾക്ക് അത് ഹീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു സാധനം, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം, താങ്കൾക്ക് അത് ഹീൽ ചെയ്ത് തരാൻ സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ 10 വർഷമൊന്നുമില്ല, 2-3 ദിവസം കൊണ്ട് നമുക്കത് ഹീൽ ചെയ്ത് മാറ്റാവുന്നതാണ്. അല്ല, 2-3 ദിവസം കൊണ്ട് എന്റെ ശരീരത്തിൽ അയൺ കണ്ടന്റ് അത്രയ്ക്ക് കുറയുമെന്നാണോ താങ്കൾ പറയുന്നത്? ഈ മോഡേൺ മരുന്ന് കഴിച്ചാൽ കുറച്ച് ദിവസം? തീർച്ചയായിട്ടും ബോഡിക്ക് ഒരു ക്ലെൻസിങ്, ഒരു കുറച്ച് ക്ലെൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. മാക്സിമം അടുത്തേക്ക് വരണോ അതിനായിട്ടാ? വേണമെന്നില്ല, നമ്മൾ ഈ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന പോലെ വേണമെന്നില്ല, ദൂരെ ഇരുന്നാലും മതി. ഇതാണ് ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വേറെ ഉണ്ട്. അതിലൂടെ താങ്കളുടെ ഓറയിലോട്ട് എനിക്ക് എന്റെ എനർജി പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഉള്ള എല്ലാ ഹീലേഴ്സിനും, അതായത് ഈ ഡിസ്റ്റൻസ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ഹീലേഴ്സിനും അത് പറ്റും. പിന്നെ ഈ പറഞ്ഞത് നമ്മളുടെ ശരീരത്തിലെ പല ചക്രകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ചക്രകളിലെ ക്ലെൻസിങ്ങിലൂടെ കൂടെ തന്നെ ഇത് മാറ്റാൻ പറ്റും. പിന്നെ വാട്ടർ കണ്ടന്റ്, വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇതാണ്. നമ്മുടെ ബോഡി ക്ലെൻസ് ആകാൻ ഏറ്റവും കൂടുതൽ എന്താ വേണ്ടത്? വാട്ടർ കണ്ടന്റ് ആണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് യൂറിൻ പോവുക എന്ന് പറയും. അത് രാവിലെ അതെ ആണല്ലോ, രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റില് നിറയെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് യൂറിൻ പാസ്സായി പോകും രാവിലെ. അത് നമ്മളുടെ ബോഡിയെ ക്ലെൻസ് ചെയ്യും. ഇപ്പൊ നാച്ചുറലി ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിലൂടെ പോകും. അതിന്റെ കൂട്ടത്തില് ഹീലിംഗും കൂടെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഇതിനകത്ത് വേറെ കാര്യം പറയട്ടെ, നമ്മുടെ ചക്രകളിലെ 6 ചക്രാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഷഡാധാര ചക്രം, പിന്നെ സഹസ്രാര ചക്രം. അത് കേൾക്കുന്നത് സാർ നമ്മുടെ സമാധി, ഗോപൻ സ്വാമിയുടെ സമാധി അച്ഛൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ വന്ന് പ്രാണനെ കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റുകളുടെ പിന്നാലെ പോവില്ല, ക്ഷമിക്കണം. ഇത് ഈ ഹൈ ലെവൽ ഹീലിംഗിൽ വരുന്നതാണ്. ഹൈ ലെവൽ എന്നല്ല, എല്ലാ ഹീലിംഗിലും ചക്ര ക്ലെൻസിങ്, ചക്ര ഹീലിംഗ്, ഇത് നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് അട്രാക്ടിങ് മണി, അബണ്ടൻസ് ഓഫ് ഹാപ്പിനെസ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ടല്ലോ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ തടസ്സങ്ങൾ മാറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഈ ഹീലിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഇത് മീൻസ് ശാരീരികമായ പ്രശ്നങ്ങളെ മാത്രമല്ല, നമ്മളുടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാസ്റ്റ് കർമ്മ റെഗ്രഷൻസ്, അതുപോലുള്ള കാര്യങ്ങൾ, മറ്റുള്ള പ്രോബ്ലംസ്, ഫ്യൂച്ചറിനുമായിട്ടുള്ള ആൻസൈറ്റി, ഇതിനെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഇതിനൊക്കെ വേണ്ടി കുറെ റെമഡീസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ കൈൻഡ് ഓഫ് തിങ്സ് ഇല്ലേ,
ഡിപ്രഷന്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ഹൈപ്പർ ആക്റ്റീവ്നെസ്, ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഒരു സ്റ്റേജിനുള്ളിൽ കുട്ടിയെ നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയാണ് ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മള് മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ രീതികള്, പ്രാക്ടീസുകള്, യോഗിക് രീതിയിലുള്ള കുറച്ച് മെഡിറ്റേഷനുകള്, ഊർജത്തിനെ നമ്മളിലേക്ക് സ്വീകരിച്ച് നമ്മളിൽ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ആ ഊർജത്തിനെ എത്തിക്കാനും ആ ഊർജത്തിനെ നമ്മളിലൂടെ പ്രൊജക്ട് ചെയ്യാനും ഒക്കെ ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസുകളുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തില് ഞാൻ സന്യാസിയാണ്, അല്ലെ ഞാൻ യോഗീശ്വരനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കത്തില്ല. കാരണം പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിൽ അത്രയും സമയങ്ങളുടെ ഒരു ഇതുണ്ട്. 5-6 മണിക്കൂറിന്റെ മെഡിറ്റേഷന് ഒക്കെ ഉണ്ട്. ഒരു റേക്കി ഹീലർ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു പ്രാണിക് ഹീലർ എന്ന് പറഞ്ഞാൽ അത്രയും സമയം ഇരുന്നവൻ സാധകം ചെയ്യണമെന്ന് പറയും. ആ സാധകമില്ലേ കലയിലുള്ളത്, സംഗീതത്തിലുള്ള സാധകം, അതേപോലെ തന്നെയുണ്ട് ഒരു പ്രാണിക് ഹീലർ. ഒരു ദിവസം രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു 1.5-2 മണിക്കൂർ തന്റെ ചക്രകളുമായിട്ടുള്ള ആ ചക്രകളും അതിന്റെ പർട്ടിക്കുലർ മന്ത്രകളുമായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യും. എന്നാലേ ആ ചക്രകളെ പൂർണ്ണമായിട്ടും വൈബ്രന്റ് ആക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ചക്രകളും ഒരു ഓറയും ഉള്ള ഒരാൾക്ക് മാത്രമേ മുന്നിൽ ഇരിക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. അതായത് ചക്രങ്ങൾ, പക്ഷെ അതൊന്നും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. സയന്റിഫിക്കലി പ്രൂവൺ അല്ല. അതെ, നമ്മുടെ ബയോപ്ലാസ്മിക് ബോഡിയിലാണ് ഈ ചക്രങ്ങളുടെ ഒരു കാര്യം. എനിക്ക് ഇപ്പോഴാണ് ഒരു പോയിന്റ് ഓർമ്മ. താങ്കൾ പറഞ്ഞു ഇതൊക്കെ സയൻസ് പ്രൂവ് ചെയ്തെടുക്കാൻ ഒരുപാട് നാളുകൾ എടുക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ മനുഷ്യനുണ്ടായ സമയം മുതലേ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ആധുനിക മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു സയൻസ് എന്ന് പറഞ്ഞ ആധുനിക മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത ഈ സയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇനി ആ പഴയ കാര്യങ്ങളെ പ്രൂവ് ചെയ്തെടുക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പൊ തൊടാതെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഇവിടെയുള്ള മോഡേൺ മെഡിസിൻസ് പറയുന്നു നിങ്ങൾ തൊടാതെ ചെയ്യണ്ട, ഞങ്ങൾ തൊട്ട് അതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ചെയ്തു തരാം. അപ്പൊ എന്തിനാണ് ഈ തൊടാതെ ചെയ്യുന്ന കാര്യം പ്രൂവ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇല്ല, ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇതാണ് സർ. അപ്പോഴും അവർക്ക് ഇറ്റ് ക്യാൻ ബി ഓർ കനോട്ട് ബി, അത് ക്യൂർ ചെയ്യപ്പെടാം. എല്ലാത്തിലും അവർ ആ 100% ഇത് പറയുന്നുണ്ടോ ഞങ്ങൾ ഇത് ക്യൂർ ചെയ്ത് മാറ്റി തരുന്നില്ല. അങ്ങനൊരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ ഏൻഷ്യൻ സയൻസിലെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് പോകാത്ത ഒന്നും ഇല്ലെന്ന് പറയും. സർവ്വ കാര്യങ്ങളും അതിന്റെ ബീജാവാപം വന്നിരിക്കുന്ന ഭാരതത്തിലാണ്. ഭാരതം, ടിബറ്റ്, ഈ ഒരു പ്രദേശത്തും ഈ ഒരു പ്രദേശത്തിന്റെ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന് ലോകം മുഴുവൻ ഈ എടുത്തു വീശുന്ന സർവ്വ ടെക്നിക്സും സർവ്വ കാര്യങ്ങളും. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സൗരയൂഥത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള കൃത്യമായ അകലത്തിനെ നമ്മുടെ സന്യാസിമാർ അളന്നു തിട്ടപ്പെടുത്തിയിരുന്നു അല്ലെ. അന്നത് ആൾക്കാരില്ല. ഭൂമി ഉരുണ്ടതാണെന്ന് എത്രയോ മുമ്പ് പറഞ്ഞിരുന്നു. എത്രയോ കാലം അതല്ല ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു നടന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു യുദ്ധവും അതിന്റെ പ്രഖ്യാതങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ദ ഫാക്ട് ഈസ് ഓൾവേസ് ഫാക്ട്. ഓക്കെ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സംസാരിച്ചതിന് വളരെ നന്ദി സാർ. താങ്ക് യു.